ഇപ്പം നമ്മൾ ഇത് വരച്ചു. പക്ഷെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ കണ്ട, ഇത് പെയിൻറ്റിങ് അൽഗോരിതത്തിൽ പ്രശ്നമുണ്ട്. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഫേസ് നമ്മളെ ഫേസ് ചെയ്യുന്ന ഇതിൻ്റെ ഫേസ്, അപ്പോൾ അതിന് നോർമൽ കണ്ടുപിടിച്ചു. നോർമൽ കാൽക്കുലേറ്റ് ചെയ്തു. നോർമൽ ഇതേ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. നോർമൽ കാൽക്കുലേറ്റ് ചെയ്തു. സെൻട്രോയിഡിനെ ഫസ്റ്റ് സെൻട്രോയിഡ് കണ്ടുപിടിച്ചു ഫേസിൻ്റെ. എന്നിട്ട് സെൻട്രോയിഡിൻ്റെ എലോങ് നമ്മൾ നോർമലി കൂടെ 100 mm മൂവ് എലോങ്. അതായത് A+ND വെക്ടർ A+N യൂണിറ്റ് വെക്ടർ ഇൻറ്റു D ഡിസ്റ്റൻസ്. അങ്ങനെ ചെയ്തിട്ട് 0.2 കിട്ടി. 0.2 0.1 തമ്മിൽ ലൈൻ വരച്ചു. അവിടെയാണ് നമ്മൾ നോക്കുമ്പോൾ കണ്ടില്ല, ഇതിൻ്റെയൊക്കെ ഔട്ട്വേർഡ് നോർമലാണ് വന്നത്. ബൈൻഡിങ് റൂൾ പ്രകാരമാണ്. അത് ഓർഡർ ഓഫ് ദി വെർട്ടെക്സ് പ്രകാരമാണ് അതിൻ്റെ ഇത് വരിക, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരും അത്. അപ്പോൾ ഇതിൻ്റെ ഇത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാം, ഇവിടെ ഇതിനകത്താണ് വന്നിട്ടുള്ളത്. കണ്ടില്ലേ, ഇതിൻ്റെ റീഡർ ആവുന്നില്ലേ, ഇതിൻ്റെ ഉള്ളിലേക്ക് ആണ് വരച്ചിട്ടുള്ളത് നോർമൽ. അപ്പോൾ അത് നമുക്ക് പുറത്തേക്ക് ആക്കണമെങ്കിൽ ഡയറക്ഷൻ ഒന്ന് മാറ്റി കൊടുത്താൽ മതി. ഡാറ്റ ഒന്ന് മാറ്റി കൊടുക്കണം പുറത്തേക്ക്. എന്നിട്ട് പിന്നീട് എന്ത് ചെയ്യണം, ഇതിൻ്റെ ഡയറക്ഷൻ നമ്മളുടെ അടുത്തേക്ക് ടുവേർഡ്സ് എസ് ആണെങ്കിൽ മാത്രം അങ്ങനെയുള്ള ഇതിനെ മാത്രം വരച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ നമ്മളുടെ ടുവേർഡ്സ് ഇത്, അപ്പോൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. ശരിക്കുള്ള അൽഗോരിതം ഇങ്ങനെയാണ്. ഓക്കെ, ഇതിലെന്തോ ചെറിയ പ്രശ്നമുണ്ട് ശരിയാക്കാണ്ട്.